ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ജനകീയനും ജനസമ്മതനുമായി പ്രവർത്തിച്ചിരുന്ന KP നൂറുദ്ദീൻ സാഹിബിന്റെ നാമധേയത്തിൽ രൂപീകൃതമായ KP നൂറുദ്ദീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി പാടിയോട്ടിച്ചാൽ പാടിക്കൊച്ചിയിലെ നിർമ്മാണം പൂർത്തിയാക്കിയ സ്നേഹവീടിന്റെ താക്കോൽദാന കർമ്മം ഷാഫി പറമ്പിൽ MP സാന്നിധ്യത്തിൽ ജനുവരി 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് പാടിയോട്ടിച്ചാൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തപ്പെടുന്നു. ട്രസ്റ്റ് രക്ഷാധികാരി M. ഉമ്മർ, സുധീർ ബാബു K, AC ഷംസുദ്ദീൻ, കൺവീനർ സജി PJ, പലേരി പത്മനാഭൻ, നാരായണൻ N, പലേരി ശശിധരൻ, ഷൗക്കത്ത് അലി N, പ്രതീഷ് പൊന്നമ്പാറ എന്നിവർ പാടിയോട്ടിച്ചാൽ വയക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MP ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുന്ന താക്കോൽദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്, വിജിൽ മോഹൻ, V. കൃഷ്ണൻ മാസ്റ്റർ, V. കുഞ്ഞമ്പു നായർ, കൂടാതെ രാഷ്ട്രീയ പ്രവർത്തകരും മണ്ഡലം ഭാരവാഹികൾ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും സാന്നിധ്യമരുളും. 13-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് നമ്മള് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മാളവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് KP നൂറുദ്ദീൻ സാഹിബ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ഭവനം, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഈ വീട് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ട്രസ്റ്റ് നൂറുദ്ദീൻ സാഹിബ് ട്രസ്റ്റ് എന്ന് പറയുന്നത് 29/5/2017 ഈ ട്രസ്റ്റ് ആരംഭിച്ചത്. വെച്ചാല് 16 നൂറുദ്ദീൻ സാഹിബ് മരിച്ചു. അതിന്റെ ആദ്യത്തെ ചരമദിനത്തിന്റെ അന്ന് മുതലാണ് ട്രസ്റ്റ് രൂപീകരിക്കുകയും സാമൂഹിക രംഗങ്ങളിൽ, കാരണം വെച്ചാൽ ഉദാഹരണത്തിന് വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ കൊറോണ പോലുള്ള സമയത്ത് ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ട്രസ്റ്റ് നമ്മുടെ ഈ പെരുങ്ങോമേഖല പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ തന്നെ സാധാരണക്കാരായ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ, അവർക്കൊക്കെ നമ്മൾക്ക് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ ഈ ട്രസ്റ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1-2 പ്രാവശ്യം ഈ നമ്മുടെ ഉമ്മറപ്പോയിലുള്ള ശാന്തി ഭവൻ, അവിടെയും ഈ നൂറുദ്ദീൻ സാഹിബിന്റെ ചരമ ദിനത്തിൽ വീൽ ചെയർ, അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ, ഇതൊക്കെ 1-2 വർഷങ്ങളിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മൾ വാട്സപ്പ് വഴിയും മറ്റുമൊക്കെ നമ്മളാൽ കഴിയുന്ന നമ്മളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് പെട്ടെന്നുള്ള ആവശ്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വാട്സപ്പ് വഴിയും, അതുപോലെ തന്നെ പാർട്ടിയും സഹായത്തോടു കൂടിയൊക്കെ നമ്മൾ വിവിധ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മളെ ഈ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 29/5/21 നമ്മളെ ഒരു അവാർഡ് ദിനത്തിൽ, എന്നുവെച്ചാല് പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തില് ഏറ്റവും നല്ല കാരുണ്യ പ്രവർത്തകൻ എന്നുള്ള ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുകയും ആ അവാർഡ് ഹരിത രമേശൻ മാതാങ്കലം അത് നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട MP ബെന്നി ബെഹനാൻ അവർ നമ്മളെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്യുകയും, അന്ന് ഈ കുട്ടി അദ്ദേഹത്തോട് പറഞ്ഞതാണ്, എനിക്ക് താമസിക്കാൻ വീടില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആവശ്യപ്പെട്ടതിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാർ ആവശ്യപ്പെട്ടതിന്റെയും അനുസരിച്ചാണ് നമ്മൾ ഈ വീടിന്റെ പണി ആരംഭിച്ചത്. ഏകദേശം 600 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് 7,85,000 രൂപ ചെലവ് വന്നിട്ടുണ്ട്. അതില് നമ്മുടെ മേഖലയിലുള്ള പ്രധാനപ്പെട്ട, ഞാൻ വെച്ചാൽ ഒരു മറ്റുള്ള വീടുകൾ എടുക്കുന്ന മാതിരി എല്ലാവരോടും പിരിവ് നടത്തിയിട്ടല്ല ഈ ഭവനം നമ്മൾ നിർമ്മിച്ചത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വോളിബോൾ നടത്തി. അതുപോലെ അതിനു മുമ്പ് മറ്റുള്ള നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ, നൂറുദ്ദീൻ സാഹിബിന്റെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സ്നേഹിക്കുന്ന കുറെ സഹകരണ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ സഹായിച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ മേഖലയിലുള്ള വ്യവസായികൾ, കുറച്ച് ആൾക്കാർ അതില് നല്ല നിലയിൽ സഹായിച്ച വ്യവസായികളുണ്ട്. കാരണം ഈ പണി പൂർത്തി ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലും ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നുള്ളത് കൊണ്ട് നല്ല നിലയിൽ സഹായിച്ച വ്യവസായികളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സാധാരണക്കാരായ ഇതുമായി ബന്ധപ്പെട്ട്, ഉദാഹരണത്തിന് നമ്മളെ ഈ പപ്പാട്ടിനെ പോലെയുള്ള ആൾക്കാരെല്ലാം കഴിയുന്ന സഹായങ്ങൾ കുറച്ച് ആൾക്കാർ നമ്മൾ ഈ മേഖലയിൽ നിന്ന് എണ്ണപ്പെട്ട, കാരണം വെച്ചാൽ 10 വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ ഈ മേഖലയിൽ നിന്നും നമ്മൾ സാമ്പത്തികം സ്വരൂപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന്, കാരണം 6 മാസം മുമ്പേ ഇതിന്റെ ഉദ്ഘാടനം നടത്തേണ്ടതായിരുന്നു. അന്നേരം പാർലമെന്റ് ഇലക്ഷനും മറ്റൊക്കെ വന്നു.
അതുകൊണ്ട് MP-ന്റെ ഡേറ്റ് കിട്ടാതെ വന്നു. അതുകൊണ്ട് ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലായത് കൊണ്ട് തന്നെ ഷാഫി പറമ്പിലിന്റെ കൈകൊണ്ട് ഇതിന്റെ താക്കോൽദാനം നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ വൈകിയത്. അതുകൊണ്ടാണ് ഇത് മറ്റന്നാൾ 13-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് തന്നെ അദ്ദേഹം എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ പ്രോത്സാഹനവും ഉണ്ടാകണം. കാരണം നമ്മൾ കുറച്ച് ബാധ്യതയിലുള്ളത് ഏകദേശം ഒരു 2,87,000 രൂപയ്ക്ക് അടുത്ത്, ഞാൻ പറഞ്ഞ 6 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമ്മൾക്ക് വരുമാനം വന്നിട്ട് 2,80,000 രൂപയ്ക്ക് അടുത്ത് ബാധ്യതയിലുണ്ട്. അത് ഇപ്രാവശ്യം നമ്മൾ ഏപ്രിൽ 24, 25, 26, 27 തീയതികളിൽ രണ്ടാമത് ഉമ്മൻചാണ്ടി വോളിബോൾ നമ്മളിവിടെ വെച്ച് നടത്താൻ നമ്മൾ ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അത് വിപുലമായ സംഘാടന സമിതിയും മറ്റൊക്കെ വെച്ച് മീറ്റിംഗ് ഒക്കെ വിളിച്ചതിന് ശേഷം അതിന്റെ, കാരണം ഏപ്രിൽ മാസം മാർച്ച് മാസം നോമ്പ് ഇതെല്ലാം ആയതുകൊണ്ട് ഏപ്രിൽ മാസമാണ് നമ്മൾ അവസാന ഘട്ടത്തിലാണ് നമ്മൾ വോളിബോൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പത്രക്കാരായ നിങ്ങളുടെ ഒക്കെ സഹായ സഹകരണങ്ങൾ ഈ ഉദ്യമത്തിന് ഉണ്ടാകണം. ഇനിയും ഇതുപോലുള്ള കാര്യപ്രവർത്തനങ്ങളുമായി നമ്മൾ ട്രസ്റ്റ് മുന്നോട്ട് പോകും. കാരണം സാധാരണ പാവങ്ങളെ കൈപിടിച്ചു വളർത്താൻ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നമ്മുടെ പ്രസ്ഥാനത്തെ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പടുത്തുവരുന്നതിന് വേണ്ടി ഒന്നായ പങ്കുവച്ച ശ്രീ KP നൂറുദ്ദീന്റെ സ്മരണ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മളിങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നൂറുദ്ദീൻ സാഹിബിന്റെ ചരമദിനത്തോടനുബന്ധിച്ച്, ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു പരിപാടി ഇപ്പോൾ നമ്മുടെ രക്ഷാധികാരി പറഞ്ഞതുപോലെ മാളവിക എന്ന കുട്ടി നമ്മളോടൊരു സഹായം അഭ്യർത്ഥിക്കുകയും ആ സഹായം അന്ന് തന്നെ നമ്മൾ തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീട് നമ്മൾ നിർമ്മിച്ച് നൽകാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജനകീയ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ തന്നെ ഇതുപോലൊരു വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ, അതോടൊപ്പം ഇപ്പോൾ നിലവിലുള്ള ജനനായകന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ ജനപിന്തുണയുള്ള ശ്രീ ഷാഫി പറമ്പിൽ MPയെ കൊണ്ട് തന്നെ ഇതിന്റെ താക്കോൽദാനം നിർവഹിക്കാൻ കഴിയണം എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഡേറ്റ് വൈകിയത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം കുറച്ച് ഇതിന്റെ താക്കോൽദാനം വൈകാൻ കാരണം. അതോടൊപ്പം ഈ പരിപാടിയുടെ ജനുവരി 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. നമ്മുടെ ട്രസ്റ്റിന്റെ കൺവീനർ സജീവ് വിജയാണ് അതിൽ സ്വാഗതം പറയുന്നത്. അധ്യക്ഷൻ നമ്മുടെ ബഹുമാന്യനായ ട്രസ്റ്റിന്റെ രക്ഷാധികാരി ശ്രീ ഉമ്മർക്ക അവരാണ്. അതുപോലെ തന്നെ ഇതിന്റെ താക്കോൽദാനം നിർവഹിക്കുന്ന പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യനായ ജനകീയനായ നമ്മുടെ MP, നമ്മുടെ വടകര MP ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹമാണ്. അതോടൊപ്പം അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ അവരാണ്, KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇതുവരെയുള്ള റിപ്പോർട്ട് അവതരണം സുധീർ ബാബു KKV ട്രസ്റ്റിന്റെ ചെയർമാനാണ്. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ കുറെ വ്യക്തികൾ ഇതിൽ നമ്മൾ ആശംസ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം. അതോടൊപ്പം ഈ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മോട് സഹകരിച്ച മുഴുവൻ കുറെ വ്യക്തികളുണ്ട്, അതുപോലെ തന്നെ സ്ഥാപനങ്ങളുണ്ട്. എല്ലാവർക്കും ട്രസ്റ്റിന്റെ നന്ദിയും അതോടൊപ്പം അവരെയൊക്കെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുക. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.